സന്ദീപേ, നീ ഇതെങ്ങോട്ടാ? അത് മൂകാംബിയെന്ന് 1-2 പേര് ദേവൂട്ടി കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഞാൻ സ്റ്റേഷനിൽ ചെന്ന് അവരെ പിക്ക് ചെയ്യാൻ പോവാ. ഓ, വന്ന് കാലുറപ്പിച്ചില്ല. അതിനു മുൻപ് ബന്ധുക്കളെയൊക്കെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി തുടങ്ങിയോ അവള്? ദേ, ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഇതൊന്നും ഇവിടെ നടക്കില്ല. എന്താ അമ്മ ഇങ്ങനെ? ദേവൂട്ടിയെ കാണാൻ അവളുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാ അത് വേണ്ടാന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അല്ല, എന്തിനാപ്പ അങ്ങനെ പറയുന്നേ? നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം ചടങ്ങായി നടത്താതെ അവളുടെ വീട്ടിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരുന്നത് എനിക്കിഷ്ടമല്ല. അല്ല, ഇങ്ങനെ കൊട്ടിഘോഷിച്ച് വിളിച്ചോണ്ട് വരാൻ വേണ്ടി മാത്രം ആരാ വരുന്നത്? അവളുടെ തന്തയും തള്ളയാണോ? അല്ല, ആ അംബികാമ്മയില്ലേ, അവരും കൃഷ്ണനും കൂടെയാ. അംബികാമ്മയ്ക്ക് ദേവൂട്ടി കാണാൻ വല്ലാത്ത ആഗ്രഹം. അങ്ങനെ വിദ്യാമ്മ പറഞ്ഞിട്ട് അവര് വരുന്നത്. ഓ, അവരവിടെ ഇരുന്നും ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിച്ചു തുടങ്ങിയോ? കൊള്ളാം. എടാ, എടുത്തു വളർത്തിയ തന്തയ്ക്കും തള്ളയ്ക്കും തോന്നാത്ത സ്നേഹമാണ് നാട്ടുകാർക്ക് അവളോടുള്ളത്. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു സ്ത്രീയും ഒരു കള്ളന്റെ മോനും ആണോടാ നിന്റെ ഭാര്യയുടെ ബന്ധുക്കള്? നാണോ ഇല്ലേ അവരെയൊക്കെ സ്വീകരിച്ച് ആനയിക്കാൻ വേണ്ടി ഇങ്ങനെ കെട്ടി ഒരുങ്ങി പോവാൻ? അമ്മേ, കുറച്ചുകൂടി മനുഷ്യത്വപരമായിട്ട് സംസാരിക്കുക. അംബികാമ്മയ്ക്ക് ആരുമില്ലെന്നുള്ള സത്യ. പക്ഷെ അവർക്ക് ദേവൂട്ടിയോട് ഒരു മകളോടെന്ന പോലെ സ്നേഹവും ആത്മാർത്ഥതയുണ്ട്. അവരനാഥയായി പോയത് അവരുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ലല്ലോ അമ്മേ. കുറച്ചുനാൾ മുമ്പ് അമ്മയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടപ്പോ എല്ലാവരും അമ്മയെ അങ്ങോട്ട് ഉപേക്ഷിച്ച് കളയുകയാണോ ചെയ്തത്. പിന്നെ കിഷന്റെ കാര്യം, അച്ഛൻ കള്ളനായി പോയതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ എന്ത് പഴിച്ചു? അവനും ദേവൂട്ടിയെ സ്വന്തം ചേച്ചിയെ പോലെ സ്നേഹിക്കുന്നേ. വേണ്ട വേണ്ട, ചരിത്രവും ഭൂമിശാസ്ത്രവും നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. കള്ളന്റെ മോനും ആരും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തലയ്ക്ക് നൊസ്സുള്ളവരൊന്നും ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്താ രാവിലെ അമ്മയും മോനും കൂടി? നോക്ക് തമ്പിയേട്ടാ, മൂകാംബികയിൽ നിന്നേ അവളെ കാണാൻ വേണ്ടി ആരൊക്കെയോ എഴുന്നള്ളി വരുന്നുണ്ടെന്ന്. ദേ, വരുന്നത് ആരാന്ന് അറിഞ്ഞപ്പോഴേ എന്റെ തൊലി ഉരിഞ്ഞുപോയി. ആ കള്ളന്റെ മോനും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആ തലയ്ക്ക് നൊസ്സുള്ള സ്ത്രീയും. അവരെ സ്വീകരിക്കാനേ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാ എന്റെ മോൻ. ഇതൊന്നും ഇവിടെ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതിനെ ഇവനെന്നെ ക്വസ്റ്റ്യൻ ചെയ്യാ. സാരമില്ല ശ്രീകലേ, ദേവൂട്ടിയെ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ അവര് വരുന്നത്. വന്നിട്ട് പൊയ്ക്കോട്ടെ, അതിനെന്താ കുഴപ്പം? തമ്പിയേട്ടാ, തമ്പിയേട്ടനും കൂടി ഇങ്ങനെ സൈഡ് പറയാൻ നിക്കല്ലേ. കല്യാണം കഴിയാതെ അവരുടെ ബന്ധുക്കളെന്നും പറഞ്ഞ് കണ്ണി കണ്ടവരൊന്നും ഇവിടെ കയറി ഇറങ്ങുന്നത് എനിക്കിഷ്ടമല്ല. ഓ, അതൊന്നും നടപ്പ് വശമുള്ള കാര്യമല്ല. ഇനി അവളെ കണ്ടേ അടങ്ങൂന്നാണെങ്കിൽ ഔട്ട് ഹൗസിൽ വന്ന് കണ്ടിട്ട് പൊയ്ക്കോട്ടെ. അല്ലാതെ ഇങ്ങോട്ട് ആരെയും സ്വീകരിക്കാനും സൽക്കരിക്കാനും ഒന്നും പറഞ്ഞേക്കരുത്. സാരമില്ല സന്ദീപേ, നിന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. തൽക്കാലം അവളുടെ ദേഷ്യവും വാശിയും ഒക്കെ ഒന്ന് അടങ്ങുന്നിടം വരെ നീ കഴിവതും വിസിറ്റേഴ്സിനെ ഒഴിവാക്കുന്നത് തന്നെയാ നല്ലത്. പിന്നെ വരുന്നവരോട് ശ്രീകലയുടെ നിലപാട് എന്താണെന്ന് ഒരു സൂചന കൊടുക്കുന്നതും നല്ലതായിരിക്കും. കഴിവതും അവരെ ഔട്ട് ഹൗസിൽ വെച്ച് ട്രീറ്റ് ചെയ്ത് പറഞ്ഞങ്ങ് വിട്ടേക്കണം. ഇനി ഇങ്ങോട്ട് കയറിയാൽ ശ്രീകല എങ്ങനെയാ റിയാക്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നീ വിഷമിക്കണ്ട, കുറച്ചു നാള് കഴിയുമ്പോ അവളുടെ ഈ ദേഷ്യവും വാശിയൊക്കെ അങ്ങ് മാറുമെന്നേ. അതുവരെ നീയും ദേവൂട്ടിയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, എന്നാലേ എല്ലാം ഭംഗിയായി പോകൂ.
വരെ എന്തെങ്കിലുമൊക്കെ നടക്കും ഡാഡി. ശ്രീകലാമ്മ രണ്ടും കൽപ്പിച്ചുള്ള ഭാവം. നടക്കട്ടെ. നമ്മളിതാ ഇതുപോലെ നൈസായിട്ട് ന്യൂട്രൽ അങ്ങ് നിന്നാ മതി. സന്ദീപിനും ഒരു സംശയത്തിനും ഇട കൊടുക്കണ്ട, അതുപോലെ തന്നെ ശ്രീകലയ്ക്കും. ഡാഡി നല്ല ഒന്നാന്തരം നടന. നീ ഒട്ടും മോശമല്ല. സിനിമയില് വല്ലതായിരുന്നെങ്കിലേ ഒരു ഓസ്കാറിന് വരെ ചാൻസ് ഉണ്ടായിരുന്നു. ഓ